അടുത്ത 5 വർഷം കേരളം ആര് ഭരിക്കണമെന്ന് ഇന്ന് ജനങ്ങൾ തീരുമാനിക്കും. കേരളം പോളിംഗ് ബൂത്തിലേക്ക്. ഇന്ന് രാവിലെ 7 മണിക്ക് ആരംഭിച്ച വോട്ടെടുപ്പ് വൈകുന്നേരം 6 മണിക്കാണ് സമാപിക്കുന്നത്. പഴയ കാലമല്ല, സാങ്കേതിക വിദ്യകൾ വളർന്നു. ഓരോ സ്ഥാനാർത്ഥികളുടെയും ശാരീരിക ചലനങ്ങൾ, അയാളുടെ വാക്കുകൾ, അയാളുടെ ബോഡി ലാംഗ്വേജ്, അയാൾ ഉപയോഗിക്കുന്ന വാചകങ്ങൾ, അയാളുടെ പെരുമാറ്റങ്ങൾ എല്ലാം തന്നെ കേരളീയർക്ക് മനസ്സിലാകാനുള്ള ബോധ്യമുണ്ട്. ഇന്ത്യയിൽ തന്നെ ഏറ്റവും രാഷ്ട്രീയ ബോധ്യമുള്ള ഒരു ജനതയാണ് നമ്മൾ. ഏറ്റവും കൂടുതൽ മാധ്യമ സാക്ഷരതയുള്ള ജനങ്ങളാണ് നമ്മൾ. ഏറ്റവും കൂടുതൽ പത്രമാസികകൾ അച്ചടിച്ചിറക്കുന്ന സംസ്ഥാനമാണ് കേരളം. ഏറ്റവും കൂടുതൽ ടെലിവിഷൻ ചാനലുകൾ സജീവമായി പ്രവർത്തിക്കുന്ന, വാർത്താ ചാനലുകൾ സജീവമായി പ്രവർത്തിക്കുന്ന സംസ്ഥാനമാണ് കേരളം. അതുകൊണ്ട് തന്നെ ഓരോ വോട്ടറും, കേരളത്തിലെ ഓരോ വോട്ടറും രാഷ്ട്രീയമായി സാക്ഷരരാണ്. അവൻ ആരുടെയും രാഷ്ട്രീയ അടിമയല്ല. പുറമേ അടിമയാണെന്ന് തോന്നിപ്പിക്കുന്നുവെങ്കിലും അവനാണ് ആത്യന്തികമായി രഹസ്യമായി പോയി തനിക്ക് എതിരായി നിന്ന, തനിക്കിഷ്ടമില്ലാത്ത, തനിക്ക് ഇഷ്ടമുള്ള നേതാക്കന്മാരെയും അതേപോലെ തന്നെ രാഷ്ട്രീയ നേതൃത്വത്തിനെ തിരഞ്ഞെടുക്കുന്നത് അവൻ മാത്രമാണ്. മറ്റെങ്ങും ഇത്തരത്തിൽ ഉള്ള ഒരു രാഷ്ട്രീയ ബോധ്യമുള്ള, രാഷ്ട്രീയ സാക്ഷരതയുള്ള ജനങ്ങളില്ല എന്ന് വേണമെങ്കിൽ പറയാം. കേരളത്തിലെ ആകെ വോട്ടർമാരെന്ന് പറയുന്നത് 2,71,42,952 പേരാണ്. ഇതിലെ 1,32,20,881 പേർ പുരുഷന്മാരാണ്. 1,39,21,868 പേർ സ്ത്രീകളാണ്. ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ളത് 275 പേരാണ്. അതായത് പുരുഷ വോട്ടർമാരെക്കാൾ കൂടുതൽ വനിതാ വോട്ടർമാരാണ് കേരളത്തിലുള്ളത് എന്ന് പ്രത്യേകം ഓർക്കേണ്ടതുണ്ട്. വൈകാരിക വിഷയങ്ങളൊന്നും ഇട്ട് കേരളത്തിലെ വോട്ടർമാരെ അങ്ങനെ അവസാന ലാപ്പിൽ കൊണ്ടുപോയി ചാടിച്ചു കളയാമെന്നുള്ളത് പഴയ ഒരു രാഷ്ട്രീയ ഒരു അടവാണ്. ആ അടവൊന്നും കേരളീയൻ്റെ മുന്നിൽ ചിലവാകില്ല. ഇത്തരത്തിലുള്ള വൈകാരിക വിഷയങ്ങൾ, സ്ത്രീ വിഷയങ്ങൾ എടുത്തുകൊണ്ട് ആക്ഷേപിക്കുക, അഴിമതി ആരോപണം കൊണ്ട് ആക്ഷേപിക്കുക, അതൊന്നും നടക്കില്ല. കാരണം ഒരു വാർത്ത ഒരു മാധ്യമം മുക്കിയാൽ അപ്പുറത്തെ മാധ്യമങ്ങൾ അത് പൊക്കും എന്നുള്ള കാര്യം കേരളത്തിൻ്റെ മാത്രം ഗ്യാരണ്ടിയാണ്. അതുകൊണ്ട് തന്നെ കേരളീയൻ്റെ ഓരോ കേരളീയനും രാഷ്ട്രീയമായി സാക്ഷരതയുള്ളവനാണ്. അവനെ അങ്ങനെ അങ്ങ് പറ്റിക്കാൻ കഴിയില്ല. ഈ തുടർഭരണം വേണോ, മൂന്നാമതും പിണറായി വിജയൻ ഭരിക്കണോ, മൂന്നാമതും LDF ഭരിക്കണോ, അതോ UDF വീണ്ടും തിരിച്ചു വരണോ, അതോ BJPക്ക് കൂടുതൽ സീറ്റ് നൽകണോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ തന്നെ കൃത്യമായി തന്നെ ഓരോ കേരളീയനും, ഓരോ മലയാളി വോട്ടറും തീരുമാനം എടുത്തു കഴിഞ്ഞു. അത് ഇന്ന് രാവിലെ 7 മണി മുതൽ കേരളീയർ പ്രകടിപ്പിച്ചു തുടങ്ങിയിരിക്കുകയാണ്. വൈകുന്നേരം 6 മണിയോടുകൂടി അവസാനിക്കുന്ന ഈ വോട്ടെടുപ്പിൽ ഓരോ സ്ഥാനാർത്ഥിയും ചങ്കിടിപ്പോടുകൂടിയാണ് ഇത്തവണ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. പണ്ടെങ്ങുമില്ലാത്ത വിധത്തിലുള്ള ചങ്കിടിപ്പാണ്. പല സർവേകളും പറയുന്നത് അങ്ങനെ അങ്ങ് എല്ലാവരും കഴിഞ്ഞ തവണത്തെ പോലെ ഒറ്റയ്ക്ക് മൃഗീയ ഭൂരിപക്ഷത്തിൽ കയറി അങ്ങ് ഭരിക്കണ്ട എന്ന് തന്നെയാണ്. കാരണം അത്തരത്തിലുള്ള ഒരു ഫ്ലോട്ടിംഗ് വോട്ടർമാർ ഉണ്ടായിരിക്കുന്നു. ന്യൂ ജെൻ വോട്ടർമാർ, ജെൻ നിസഡ് വോട്ടർമാർ വന്നിരിക്കുന്നു കേരളത്തിൽ പുതിയതായി. അവർ തീരുമാനിക്കും ആര് ഭരിക്കണം, എങ്ങനെയാണ് നല്ല ഭരണം ഉണ്ടാകേണ്ടത്, ആരാണ് അഴിമതിക്കാർ, ആരാണ് അഴിമതി ഇല്ലാത്തവർ, ആരാണ് വികസനത്തിന് ഒപ്പം നിൽക്കുന്ന ആത്മാർത്ഥമായിട്ടുള്ളവർ, ആരാണ് വാഗ്ദാനം നൽകി പറ്റിക്കുന്നവർ. ഇതൊക്കെ തന്നെ കേരളീയർക്ക് മനസ്സിലാകാനുള്ള ബോധ്യം, വിദ്യാഭ്യാസം ഒക്കെ കേരളീയർക്കുണ്ട്. അതവൻ ഇന്ന് രാവിലെ 7 മണി മുതൽ പ്രകടിപ്പിച്ചു തുടങ്ങി. വൈകുന്നേരം 6 മണി വരെ അവൻ്റെ വികാരം, അവൻ മനസ്സിൽ ഇത്രയും നാൾ സൂക്ഷിച്ചിരുന്നത് എന്താണ്, കഴിഞ്ഞ 10 വർഷം ഒരു ശരാശരി മലയാളിയുടെ ഉള്ളിൽ എന്തായിരുന്നു എന്നുള്ള അതിൻ്റെ വ്യക്തമായ ഉത്തരമാണ് ഇന്ന് രാവിലെ 7 മണി മുതൽ ഓരോ മലയാളിയും പോളിംഗ് ബൂത്തിലെത്തി പ്രകടിപ്പിക്കുന്നത് എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പിക്കാം. കാത്തിരിക്കുക. മെയ് 4-ാം തീയതിയാണ് വോട്ടെണ്ണൽ. അന്നറിയാൻ കഴിയും മലയാളി എന്തായിരുന്നു മനസ്സിൽ കരുതിയിരിക്കുന്നത് എന്ന് കൃത്യമായി നമുക്കറിയണമെങ്കിൽ മെയ് 4-ാം തീയതി വരെ കാത്തിരിക്കേണ്ടതുണ്ട്. കാത്തിരിക്കാം. നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.
നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.